നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ CPIM-നകത്ത് വിഭാഗീയത ശക്തമാണെന്ന വിലയിരുത്തലുമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. തൃത്താലയിലും കോങ്ങാടും തോൽവിക്ക് കാരണം ശക്തമായ വിഭാഗീയത ആണെന്നും പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചരണവും ചില മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനകളും പാർട്ടിക്ക് തിരിച്ചടി. തൃത്താലയിൽ MP രാജേഷ് പരാജയപ്പെട്ടത് പാർട്ടിക്കുള്ളിലെ രൂക്ഷ പ്രശ്നങ്ങളെന്നും സെക്രട്ടേറിയറ്റിൽ. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റതോടെ കേരളത്തിന്റെ വിജയ് ഫാൻസ് സംഘടന വിജയ് മക്കൾ ഇയക്കം TVK-ആയി മാറുന്നു. ഫാൻസ് അസോസിയേഷൻ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നതിന് മുന്നോടിയായി ഫാൻസ് അസോസിയേഷൻ പ്രാരംഭ ചർച്ച നടപടികൾക്ക് തുടക്കം. തമിഴ്നാട്ടിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അധികാരത്തിലേറാൻ കഴിഞ്ഞ TVK-ക്ക് കേരളത്തിലും നിർണായക ശക്തിയാകാൻ കഴിയുമെന്ന് വിജയ് മക്കൾ ഇയക്കം. ഷൊർണൂർ അഗ്നിരക്ഷാ ഓഫീസിലേക്ക് അജ്ഞാതന്റെ നിരന്തര ഫോൺ കോൾ. ഇതുമൂലം പൊതുജനങ്ങൾ അത്യാവശ്യത്തിനായി വിളിക്കുമ്പോൾ പോലും ഫോൺ തടസ്സപ്പെടുകയാണെന്നും സ്റ്റേഷൻ ഓഫീസർ. രാത്രികാലങ്ങളിൽ വിളിച്ച് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന സാമൂഹ്യ വിരുദ്ധൻ ജീവനക്കാരെ അസഭ്യം പറയുന്നതായും പരാതി. പോലീസിൽ പരാതി നൽകി ദിവസങ്ങളായിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും സ്റ്റേഷൻ ഓഫീസർ. കുറ്റകൃത്യങ്ങളും നിയമലംഘനങ്ങളും കണ്ടെത്തിയാൽ ഇനി പിടിവീഴും. ഷൊർണൂർ പോലീസിന്റെ CCTV ക്യാമറകൾ മിഴി തുറന്നു. കുളപ്പുള്ളിക്കു പുറമെ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലും SMB ജംഗ്ഷനിലും ഉടൻ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും പോലീസ്. ടർഫിൽ കളിക്കുന്നതിനിടെ 22 വയസ്സുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. കോങ്ങാട് ചോലക്കുണ്ട് സ്വദേശി മംഗലത്ത് ഹക്കീമിന്റെ മകൻ അനസാണ് മരിച്ചത്. ബന്ധുവിന്റെ കല്യാണാഘോഷത്തിന് പങ്കെടുക്കാനെത്തിയ അനസ് കൂട്ടുകാർക്കൊപ്പം ടർഫിൽ കളിക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിലെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം മേലെ തലശ്ശേരി പുത്തൻ പീടികയിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ ആയിഷയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിലെ CPIM-നകത്ത് വിഭാഗീയത ശക്തമാണെന്ന വിലയിരുത്തലുമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. തൃത്താലയിലും കോങ്ങാട്ടിലെയും തോൽവിക്ക് കാരണം ശക്തമായ വിഭാഗീയതയാണെന്നും പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചരണവും ചില മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനകളും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവും തിരിച്ചടിയായെന്നും വിലയിരുത്തൽ. തൃത്താലയിൽ മന്ത്രി MP രാജേഷ് പരാജയപ്പെട്ടത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണെന്നും വിലയിരുത്തി. പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചരണവും ചില മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനകളും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവും തിരിച്ചടിയായെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മുൻമന്ത്രി MP രാജേഷ് പരാജയപ്പെട്ടതിന് പിന്നിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിമർശനം. ജില്ലയിലെ CPM-നകത്ത് വിഭാഗീയത അസ്തമിച്ചുവെന്ന് ആവർത്തിച്ചു പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നേരിട്ട ശേഷമാണ് തോൽവി വിഭാഗീയത മൂലമാണെന്ന വിലയിരുത്തലുണ്ടായത്. തൃത്താല മണ്ഡലത്തിൽ CPIM ഗ്രൂപ്പിസം ശക്തമായിരുന്നെന്നും മന്ത്രിയായി MP രാജേഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. CPIM തൃത്താല ഏരിയ കമ്മിറ്റിയിലെ ഐക്യമില്ലായ്മ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിച്ചെന്നും വിലയിരുത്തുന്നുണ്ട്. കോങ്ങാട്ടും ഇതേ സ്ഥിതിയാണുണ്ടായത്. തൃത്താലയിലും കോങ്ങാട്ടിലെയും പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല. നെന്മാറയിൽ തിരിച്ചടി നേരിട്ടത് പിന്നിലും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണെന്ന ആരോപണം. കോങ്ങാട് PK ശശി പ്രഭാവം ഉണ്ടായെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. പാലക്കാട്ട് LDF NMR റസാക്ക് മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു. 2ാം സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ വിഭാഗീയതയും ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവും ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടതും വിലയിരുത്തി. ഒറ്റപ്പാലത്ത് PK ശശിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തടയിടാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞത് നേട്ടമാണ്. ചിറ്റൂരിൽ അപരന്റെ സാന്നിധ്യമാണ് ഇടതു സ്ഥാനാർത്ഥി മുരുകദാസിന്റെ തോൽവി ഉറപ്പാക്കിയത്. എന്നാൽ ചിറ്റൂർ മണ്ഡലത്തിൽ വിഭാഗീയതയും വിമതനും ശക്തമാണ്. ജില്ലയിലെ UDF വിജയിച്ചത് മികച്ച ഭൂരിപക്ഷത്തിലാണ്. സംഘടനാ ദൗർലഭ്യങ്ങൾ മറികടന്നതിലും പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിലും ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു. ജില്ലയിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമായി ചുരുങ്ങിയത് ചർച്ചകൾക്കും പരിഹാരങ്ങൾക്കും ഇടമില്ലാതാക്കി. 7 മണ്ഡലങ്ങളിൽ LDF ജയിച്ചെങ്കിലും പാർട്ടി വോട്ടുകൾ നല്ല രീതിയിൽ ചോർന്നിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KS സലീഖ, A വിജയരാഘവൻ, K രാധാകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യം നടന്ന ചർച്ച തുടരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റതോടെ കേരളത്തിന്റെ വിജയ് ഫാൻസ് സംഘടന വിജയ് മക്കൾ ഇയക്കം TVK-ആയി മാറുന്നു. ഫാൻസ് അസോസിയേഷൻ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നതിന് മുന്നോടിയായി ഫാൻസ് അസോസിയേഷൻ പ്രാരംഭ ചർച്ച സംഘടിപ്പിച്ചു. തമിഴ്നാട്ടിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അധികാരത്തിലേറാൻ കഴിഞ്ഞ TVK-ക്ക് കേരളത്തിലും നിർണായക ശക്തിയാകാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് വിജയ് മക്കൾ ഇയക്കം TVK-ആയി മാറുന്നത്. തമിഴ് രാഷ്ട്രീയത്തിനപ്പുറം വിജയ് ദേശീയ നിലപാട് സ്വീകരിക്കുന്നതോടെ കേരളത്തിലും TVK സജീവമാകും. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി ജില്ലകളിൽ TVKയെ ജനം സ്വീകരിക്കുമെന്നും
ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കരുതുന്നു. വിജയ് മക്കൾ ഇഴക്കം TVK ആയി മാറുന്നതിന് മുന്നോടിയായി ഒലവക്കോട് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഫാൻസ് അംഗങ്ങളും അല്ലാത്തവരുൾപ്പെടെ 300ഓളം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് കാജ ഹുസൈൻ, സെക്രട്ടറി വിനോദ് കുമാർ, ട്രഷറർ ഫൈസൽ, വൈസ് പ്രസിഡന്റ് നിസാർ എന്നിവർ വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ അഗ്നിരക്ഷാ ഓഫീസിലേക്ക് അജ്ഞാതന്റെ നിരന്തര ഫോൺ. പൊതുജനങ്ങൾ അത്യാവശ്യമായി വിളിക്കുമ്പോൾ പോലും തടസ്സപ്പെടുകയാണെന്നും സ്റ്റേഷൻ ഓഫീസറുടെ പരാതി. രാത്രികാലങ്ങളിൽ വിളിച്ച് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന സാമൂഹ്യവിരുദ്ധൻ ജീവനക്കാരെ അനാവശ്യം പറയുന്നതായും പരാതി. പോലീസിൽ പരാതി നൽകിയിട്ട് ദിവസങ്ങളായിട്ടും ഇതേവരെ ഒരു നടപടിയും ആയിട്ടില്ലെന്നും സ്റ്റേഷൻ ഓഫീസർ ഗോവിന്ദൻകുട്ടി പറഞ്ഞു. ഷൊർണൂർ അഗ്നിരക്ഷാ ഓഫീസിലേക്ക് 25 ദിവസമായി നിരന്തരമായി അജ്ഞാതന്റെ ഫോൺ കോൾ വരുന്നതായി അഗ്നിശമന രക്ഷാ ഓഫീസർ പറഞ്ഞു. നിരന്തരമായി കോൾ വരുന്നതുകൊണ്ട് പല ഇമ്പോർട്ടന്റ് കോളുകൾ വരുന്നതും ഫോൺ എൻഗേജഡ് ആകുന്നതും മൂലം പല കോളുകളും മിസ്സിംഗ് ആവുന്നതായും ഓഫീസർ പറയുന്നു. അജ്ഞാതന്റെ ഫോൺ വിളിയിൽ ഉദ്യോഗസ്ഥരാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പോലീസ് അധികാരികളെ ഈ വിവരം അറിയിച്ചിട്ടും നാളിതുവരെയായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഓഫീസർ പറഞ്ഞു. രാത്രികാലങ്ങളിൽ നിരന്തരമായി വിളിക്കുകയും പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ജീവനക്കാരെ അനാവശ്യം പറയുകയും ചെയ്യുക എന്നതാണ് ഈ സാമൂഹ്യവിരുദ്ധന്റെ ഇഷ്ടവിനോദമെന്നും ഓഫീസർ കൂട്ടിച്ചേർത്തു. നിരന്തരമായ ശല്യം മൂലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ലെന്നും അഗ്നിശമന ഓഫീസർ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുറ്റകൃത്യങ്ങളും നിയമലംഘനവും കണ്ടെത്താൻ ഷൊർണൂരിൽ പോലീസിന്റെ CCTV ക്യാമറകൾ മിഴി തുറന്നു. കുളപ്പള്ളി സെന്ററിൽ 2 നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനം ആരംഭിച്ചു. കുളപ്പള്ളി സെന്ററിന് പുറമെ പൊതുവാൾ ജംഗ്ഷനിലും SMB ജംഗ്ഷനിലും കൂടി CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇനി കാര്യങ്ങൾ പഴയ പോലെയാവില്ല. ഷൊർണൂരിൽ പോലീസിന്റെ നിരീക്ഷണ ക്യാമറകൾ മിഴി തുറന്നു. ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങളോ നിയമലംഘനങ്ങളോ കണ്ടെത്തുകയാണെങ്കിൽ കാര്യങ്ങൾ ഇനി പിടിവീഴും. ഷൊർണൂർ ഡിവിഷൻ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി കുളപ്പള്ളി സെന്ററിൽ 2 നിരീക്ഷണ ക്യാമറകളാണ് പോലീസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു ഡിവൈഡറിൽ ഇരുമ്പുകാലിൽ പട്ടാമ്പി റോഡ് ഭാഗത്തേക്ക് മുഖമായും മറ്റേ ഡിവൈഡറിലെ ഇരുമ്പുകാലിൽ പാലക്കാട് റോഡ് ഭാഗത്തേക്ക് മുഖമായുമാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കേരള പോലീസിന്റെ ഓൺലൈൻ പോലീസ് ക്യാമറ കണക്ഷനിൽ ബന്ധിപ്പിച്ചാണ് പ്രവർത്തനം. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും മോണിറ്റർ വെച്ച് CCTV ദൃശ്യങ്ങൾ നിരീക്ഷിക്കും. കുളപ്പള്ളി സെന്ററിന് പുറമെ പൊതുവാൾ ജംഗ്ഷനിലും SMB ജംഗ്ഷനിലും ഇത്തരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇവിടെ 3 റോഡുകൾ സംഗമിക്കുന്ന സ്ഥലമായതിനാൽ ഓരോ നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ടർഫിൽ കളിക്കുന്നതിനിടെ 22 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. കോങ്ങാട് ചോലക്കുണ്ട് സ്വദേശി മംഗലത്ത് ഹക്കീമിന്റെ മകൻ അനസാണ് മരിച്ചത്. ബന്ധുവിന്റെ കല്യാണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ അനസ് കൂട്ടുകാർക്കൊപ്പം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഉമ്മനഴിയിലെ ടർഫിൽ കളിക്കാനെത്തിയത്. കളിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തനിച്ചു താമസിച്ചിരുന്ന വയോധികയെ വീട്ടിലെ വരാന്തയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ദേശമംഗലം പഞ്ചായത്തിലെ മേലെ തലശ്ശേരിയിൽ താമസിക്കുന്ന പുത്തൻ പീടികയിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ 71 വയസ്സുള്ള ആയിഷയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. രാവിലെ ബന്ധുക്കൾ ഇവരെ പുറത്തു കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് വീടിനുള്ളിലെ വരാന്തയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. മകൻ ആലിക്കുട്ടി, മരുമകൾ റസിയ എന്നിവർ വേറെയാണ് താമസം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ നൽകി പ്രതിഷേധിച്ചു. തണ്ണീരങ്കാട് പെട്രോൾ പമ്പിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി DCC ജനറൽ സെക്രട്ടറി PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പിരിയാരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV അബ്ദുൾ ഖാദർ, കണ്ണാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P പ്രസാദ്, മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K ഉദയപ്രകാശ്, ഗ്രാമപഞ്ചായത്ത് അംഗം A നാരായണദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുളപ്പുള്ളിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കുളപ്പുള്ളി ടൗണിൽ സമാപിച്ചു.
കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തുടർന്നു വരികയാണെന്ന് DCC ഭാരവാഹി കെ കൃഷ്ണകുമാർ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ ഇന്ന് നടക്കുകയാണ്. നമുക്കറിയാം, പെട്ടെന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കഠിനമായ ഒരു നിയമം നരേന്ദ്രമോദി സർക്കാർ ഏർപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ ഇന്ത്യ രാജ്യത്തടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം എണ്ണകൾക്ക് വ്യാപകമായി വളരെ വില വർദ്ധിപ്പിക്കുകയും ചെയ്ത് നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം വിലകൂട്ടൽ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, TH ഫിറോസ് ബാബു, VKP വിജയനുണ്ണി, VK ശ്രീകൃഷ്ണൻ, വിജയ് പ്രകാശ് ശങ്കർ, മുരളി മാസ്റ്റർ, പാലൊളി ഹുസൈൻ, ദാസ് ശങ്കർ, VP രാധാകൃഷ്ണൻ, VG ശ്രീനിവാസൻ, രാജു ചാക്കോ, OM ഗോപികൃഷ്ണൻ, അജിത് മാസ്റ്റർ, വിൻസെന്റ്, സുശീൽ കുമാർ, താഹിർ അനങ്ങനടി, KB മോഹൻദാസ്, ജയൻ ചോറൂട്ടൂർ, TS വിനയകുമാർ, പ്രിയദർശൻ, ഉസ്മാൻകുട്ടി, TP സുധീർ, വിനോദ്, ഉദയൻ അരികിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോടികൾ ചിലവാക്കി നിർമ്മിച്ച കുളപ്പള്ളി കണയം റോഡ് വാട്ടർ അതോറിറ്റിയുടെ കേടായ പൈപ്പ് നേരാക്കുന്നതിനായി വെട്ടിപ്പൊളിച്ചത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. റോഡ് പൊളിച്ച ഭാഗം മണ്ണ് ഇട്ട് നികത്തി എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. എന്നാൽ മഴക്കാലമാകുന്നതോടെ പ്രദേശത്ത് വലിയ ഗർത്തമുണ്ടാകാൻ സാധ്യതയാണെന്ന് നാട്ടുകാരും പറയുന്നു. റോഡിനടിയിലൂടെ പോയ പൈപ്പിൽ പൊട്ടലുണ്ടായതാണ് റോഡ് വെട്ടിപ്പൊളിക്കാൻ കാരണമായത് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിലെ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞ് കുഴികൾ മണ്ണിട്ട് നികത്തി എന്നാണ് മറുപടി. എന്നാൽ വർഷങ്ങളായി കാത്തിരുന്ന് ലഭിച്ച റോഡാണ് ഇത്തരത്തിൽ വെട്ടിപ്പൊളിച്ച് നാശമാക്കിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് വെട്ടിപ്പൊളിച്ച ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പല വാഹനങ്ങളും ഇത് ശ്രദ്ധിക്കാതെ മുന്നിലെത്തി ബ്രേക്കിടുന്നതും അപകടത്തിന് വഴിയൊരുക്കുന്നു. മഴക്കാലം കൂടി അടുക്കുന്നതിനാൽ റോഡ് പൊളിച്ച ഭാഗത്ത് ടാർ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇത് കുഴിയായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശി പോർക്കോട്ടുപറമ്പ് യുവശക്തി ക്ലബ്ബും മെഡ്സ്റ്റാർ ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് മെമ്പർ K അശോകൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശി പോർക്കോട്ടുപറമ്പ് യുവശക്തി ക്ലബിന്റെയും മെഡ്സ്റ്റാർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ആശുപത്രിയിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ K അശോകൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രദേശത്ത് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന, എല്ലാ പുരോഗമന പരിപാടികളിലും നടത്തുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് യുവശക്തി ക്ലബ്ബ്. ആ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലകളിലും മെഡിക്കൽ ക്യാമ്പായാലും അതുപോലെ തന്നെ വിവിധ സാമൂഹ്യ സേവന രംഗത്തൊക്കെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ നല്ല രൂപത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന കാഴ്ച കൂടിയാണ് ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പ്. കേരളത്തിൽ മൊത്തത്തിൽ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒക്കെ നല്ല രൂപത്തിൽ സമ്പുഷ്ടമാകുമ്പോഴാണ് നമ്മുടെ ഈ സമൂഹം തന്നെ നല്ല രൂപത്തിൽ എത്തിച്ചേരുന്നത്. ആ രൂപത്തിലേക്ക് നമ്മൾ സമൂഹത്തിലെ ആരോഗ്യ മേഖല പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നല്ല ഇടപെടലുകളാണ്. ചടങ്ങിൽ 8ാം വാർഡ് മെമ്പർ വിനീത, ഹരികൃഷ്ണൻ, രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ അജ്മൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ഡോക്ടർ നിർദ്ദേശിച്ച ടെസ്റ്റുകളാണ് നടത്തിയത്. സൗജന്യമായി മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. കൂടാതെ സൗജന്യമായി രക്തപരിശോധനയും നടത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പഴയ ലക്കിടി ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായിട്ടായിരുന്നു മഹോത്സവം നടന്നിരുന്നത്. ശനിയാഴ്ച പുലർച്ചെ 2-ന് മംഗലം ക്ഷേത്രകുളത്തിൽ നിന്ന് ഉടുക്കുകൊട്ടുമേളത്തോടുകൂടി കുംഭം ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഉഷപൂജ, പച്ചയിട്ടുപൂജ, അന്നദാനം എന്നിവയുണ്ടായി. വൈകിട്ട് അകലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ബാൻഡ് സെറ്റ് പുറപ്പെട്ടു. 5:30 പഴയ ലക്കിടി മുനിയപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് മാവിളക്ക് മേളത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. 6 മണിക്ക് ദീപാരാധനയും നടന്നു. ഞായറാഴ്ച രാവിലെ 6-ന് ഉഷപൂജ, 9-ന് പൊങ്കൽ നിവേദ്യം, 11-ന് സദനം ഗോപാലകൃഷ്ണനും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തുന്ന അരങ്ങേറ്റവും ഉണ്ടായി. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്.
ഉഷപൂജ, അഭിഷേക പൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, സർവൈശ്വര്യ പൂജ, ദീപാരാധന, കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, കുംഭം നിറയ്ക്കാൻ പുറപ്പെടൽ എന്നിവയുണ്ടായി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ഉത്സവത്തിൽ പങ്കെടുത്തത്. പൂജാ മഹോത്സവം ഇടവമാസത്തിലെ ആദ്യത്തെ വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിലായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. ആ ദിവസങ്ങളിൽ ഗംഭീരമായി തന്നെ എല്ലാ ദിവസങ്ങളിലും പൂജാ മഹോത്സവം നടത്തുന്നു. വെള്ളിയാഴ്ച ദിവസം രാവിലെ പുലർച്ചെ ഗണപതി ഹോമത്തോടുകൂടി തുടങ്ങുന്നു. നമ്മുടെ വയക്കൽ നമ്പൂതിരി, കുട്ടമ്മ നമ്പൂതിരിയുടെ മകൻ തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഗണപതി ഹോമം തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം ഉഷപൂജ, മാരിയമ്മയ്ക്കുള്ള അഭിഷേക പൂജ, അലങ്കാര പൂജ എന്നിവയും ഉച്ചപൂജയും അന്ന് നടക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ സർവൈശ്വര്യ പൂജ നടത്തുന്നുണ്ട്. അത് കൂടാതെ ദീപാരാധന, അത് കഴിഞ്ഞ് സ്റ്റേജ് കൈകൊട്ടിക്കളി പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. കലാപരിപാടി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര കോതകുളങ്ങര ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന ചേറ്റൂർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ സംഗീത നൃത്തോത്സവം സമാപിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തോടെയായിരുന്നു സമാപനം. വരാളി, ശ്രീ ഇങ്ങനെ 5 രാഗങ്ങളിലാണ് ഈ കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത സാധീഞ്ചന എന്ന ആരവി രാഗത്തിലുള്ള കീർത്തനം ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ളതാണ്. ആദ്യത്തേത് നാട്ടരാഗത്തിൽ ജഗദാനന്ദകാരക, രണ്ടാമത്തേത് ദുർഗൂകല, മൂന്നാമത്തേത് ആരവി സാധിച്ചനെ, നാലാമത്തേത് കന രുചിത മലയാളി രാഗത്തിൽ, അവസാനത്തേത് എന്തരോ മഹാനുഭാവരും അന്തരിക്കും വന്ദനമൊരു ശ്രീരാഗത്തിൽ. അതിൽ അവസാനത്തെ പഞ്ചരത്വത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംഗീതത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ്. കഥ വേറൊന്നുമല്ല. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ ഡോക്ടർ ലതാ വർമ്മ, TR പരമേശ്വരൻ, ലൈല രാജകുമാരനുണ്ണി, MP മണി, വെള്ളിനേഴി സുബ്രഹ്മണ്യൻ, ചിറ്റൂർ ഹരി, കവളപ്പാറ മണികണ്ഠൻ, രവീന്ദ്രൻ അച്ഛനത്ത്, പ്രിയദർശൻ, R വൈഷ്ണവ്, ധന്യ സജിത്ത്, ഡോക്ടർ ശൈല രാധാകൃഷ്ണൻ, ഗായത്രി ഉണ്ണി, ഗായത്രി മേനോൻ, വേങ്ങേരി പ്രിയ നാരായണൻ എന്നിവർ പങ്കെടുത്തു. സുശീല സ്വാമിനാഥൻ, കാൻഗങ്ങാട് അനൂപ് ഭാസ്കർ, സുരേഷ് അമ്പാടി എന്നിവർ വയലിനിലും, കല്ലേക്കുളങ്ങര ഉണ്ണികൃഷ്ണൻ, റിജു ഉണ്ണീഷൻ, നവനീത് കൃഷ്ണൻ എന്നിവർ മൃദംഗത്തിലും പക്കമേളമൊരുക്കി. തുടർന്ന് ആചാര്യന്മാരുടെ സംഗീതാർച്ചനയും സംഗീത നൃത്താർച്ചനയും നടന്നു. വൈകിട്ട് വീണക്കച്ചേരിയും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണികുളം തെലുങ്ക് ചെട്ടിയാർ മാരിയമ്മൻ പൂജാ മഹോത്സവം തുടരുന്നു. ഞായറാഴ്ച രാവിലെ പുലാച്ചിത്ര മുരുകൻ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥക്കുടങ്ങൾ വഹിച്ചുകൊണ്ട് ഘോഷയാത്ര നടന്നു. തുടർന്ന് മാരിയമ്മൻ ക്ഷേത്രത്തിൽ അഭിഷേക പൂജയുണ്ടായി. വൈകിട്ട് നാദസ്വരം, രാത്രി മാരിയമ്മയുടെയും കാളിയമ്മയുടെയും കരകങ്ങൾ എഴുന്നള്ളിപ്പിക്കൽ, കൂനത്തറയ്ക്ക് പുറപ്പാട്, ഉടുക്കുപാട്ട്, തപ്പാട്ടം, പമ്പമേളം, നാദസ്വരത്തോടുകൂടിയുള്ള ഘോഷയാത്ര കൂനത്തര വരെ തുടർന്നു. തിങ്കൾ രാവിലെ 5-ന് ദേവി മഹാത്മ്യത്തിന്റെ പ്രതീകങ്ങളായ ശക്തി കരങ്ങൾ ശിരസിൽ വഹിച്ചുകൊണ്ട് നാദസ്വരം, പമ്പമേളം, ആന, പഞ്ചവാദ്യം, തപ്പാട്ടം തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്കുള്ള വരവ്. രാവിലെ 9-ന് തിരുകരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര. നഗരപ്രദക്ഷിണം കഴിഞ്ഞ് കരകങ്ങൾ ഇറക്കി പൂജ. 10-ന് പൊങ്കൽ നിവേദ്യം. 11:30-ന് അന്നദാനം. വൈകിട്ട് 4-ന് പൂവോട്, നാദസ്വരം, ആന, പഞ്ചവാദ്യം, തപ്പാട്ടം, പമ്പമേളം. 19 രാവിലെ 10-ന് പൊങ്കാല. 11:30-ന് അന്നദാനം. വൈകിട്ട് 3-ന് അമ്മൻ മഞ്ഞ നീരാട്ടം. 5-ന് നാദസ്വരം. 6:30-ന് വാണിയംകുളം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഗാനമേള, മാവിളക്ക് പൂജ. 20-ന് രാവിലെ 11:30-ന് അന്നദാനം. വൈകിട്ട് 3-ന് SSLC+2 വിദ്യാർത്ഥികളെ അനുമോദിക്കൽ. 3:30-ന് മുളപ്പാറ പൂജ. 4-ന് വിളക്ക് പൂജ. വൈകിട്ട് 6-ന് തിരുകരങ്ങൾ പൂജിച്ചെടുപ്പ്, പമ്പമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി ഭക്തി നിർഭരമായ ഘോഷയാത്ര വാണിയംകുളം നഗരപ്രദക്ഷിണം ചെയ്ത് കൂനത്തറയിലെത്തി കരകങ്ങൾ ഗംഗയിൽ നിമജ്ജനം ചെയ്ത് ക്ഷേത്രത്തിൽ വന്ന് നടയടയ്ക്കൽ എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഷൊർണൂർ കല്ലിപ്പാടം പൊതുജന വായനശാല 28ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും അനുമോദിക്കലും ഉണ്ടായിരുന്നു. കല്ലിപ്പാടം പൊതുജന വായനശാലയുടെ 28ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിലിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെയും നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു വരുന്ന ഒരു വായനശാലയാണ് കല്ലിപ്പാടം പൊതുജന വായനശാല. വളരെയധികം വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഈ വായനശാലയുടെ കീഴിൽ ഇവിടെ നടത്തി വരുന്നത്. നമുക്ക് തന്നെ അറിയാം, ഞാൻ വന്നത് ചെയർപേഴ്സൺ ആയതിനു ശേഷം തന്നെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ആദരിക്കുകയുണ്ടായി. നമ്മുടെ നാടിനെ കാത്തു രക്ഷിച്ചിട്ടുള്ള റിട്ടയർഡായ ധീര ജവാന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. വളരെയധികം ശ്ലാഘനീയമായൊരു പ്രവൃത്തിയാണത്. നാടിൻ്റെ സുരക്ഷയ്ക്കായി വളരെ കാലം തങ്ങളുടെ കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച് മറുനാട്ടിൽ പോയി ആരോഗ്യം ഒന്നും നോക്കാതെ നമ്മുടെ നാടിനു വേണ്ടി കഷ്ടപ്പെട്ട ആ ധീര ജവാന്മാർക്ക് ആദരിക്കുക എന്നുള്ളത് ഒരു വായനശാലയുടെ കീഴിൽ നടത്തപ്പെടുന്നു. 2025-26 കാലയളവിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച യുവ പ്രതിഭകളെ ചടങ്ങിൽ ചെയർപേഴ്സൺ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ കല്ലിപ്പാടം പൊതുജന വായനശാല പ്രസിഡന്റ് പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി MK ശ്രീനിവാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ M രമാദേവി, വായനശാല സെക്രട്ടറി M മുരളീധരൻ, ആര്യഞ്ചേര UP സ്കൂളിലെ പ്രധാനാധ്യാപകൻ ശാന്തിലാൽ, വായനശാല വൈസ് പ്രസിഡന്റ് K അശോകൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ടീം UDFിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 11 ദിവസം എടുത്തതുപോലെ വിവിധ വകുപ്പുകളിൽ മന്ത്രിമാരെ തീരുമാനിക്കാനും കാലതാമസമെടുക്കുമോ? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. അത് വളരെ പ്രസക്തമേറിയ ചോദ്യമാണ്. ടീം UDF വളരെ ശക്തമായി തന്നെയാണ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇന്നത്തെ എല്ലാവിധ മന്ത്രിസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ചെറിയൊരു വ്യത്യാസം, അതായത് ചെറിയൊരു ചർച്ചയ്ക്ക് ശേഷം അത് വളരെ ശക്തമായി നാളെ തന്നെ കൃത്യം നാളെ 10 മണിക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഈ എല്ലാ മന്ത്രിമാരും UDF ടീമിൻ്റെ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഒരു തർക്കവുമില്ല. അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെ ചെയ്യും. നേരത്തെ ചെറിയൊരു അപാകത ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അപാകതയാണ് മറ്റുള്ളവർ ഇത് നോക്കിക്കാണുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ടീം UDFിൻ്റെ പുതിയ മുഖ്യമന്ത്രിമാർ വളരെ ശക്തമായി അതിൻ്റെ ലീഡർമാർ വളരെ കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ കൃത്യം 10 മണിക്ക് നടക്കുന്ന മന്ത്രിമാരെയും നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിലൊരു തർക്കവുമില്ല. വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഏകാധിപത്യ ഭരണം കേരളത്തിൽ കാഴ്ചവെച്ച കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ജനാധിപത്യ രീതിയിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് ഹൈക്കമാൻഡ് കാലതാമസം വരുത്തി. ഇനി ഒരു മന്ത്രിമാരെ നിയമിക്കുമ്പോൾ കാലതാമസം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 11 ദിവസം എടുത്ത പോലെയുള്ള സങ്കീർണത വകുപ്പുകളുടെ വിഭജനത്തിൽ വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 10 വർഷം മുമ്പുള്ള UDFിൻ്റെ അതേ സംവിധാനമാണ് തുടർന്നും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഘടകകക്ഷികൾക്കും ഇന്ന വകുപ്പുകൾ എന്ന് നേരത്തെ ധാരണയുള്ള പ്രകാരമാണ് വകുപ്പ് വിഭജനം നടക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര വകുപ്പിന് ഒരു തീരുമാനം ആയിട്ടുണ്ട്. മറ്റുള്ള വകുപ്പുകളും അതുപോലെയുള്ള തീരുമാനം ആകുന്നുണ്ട്. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതുപോലെയുള്ള സങ്കീർണകരമായ വിഷയങ്ങൾ ഇക്കാര്യത്തിൽ വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാറ്റൊലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിലെ CPIM-നകത്ത് വിഭാഗീയത ശക്തമാണെന്ന വിലയിരുത്തലുമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. തൃത്താലയിലും കോങ്ങാടും തോൽവിക്ക് കാരണം ശക്തമായ വിഭാഗീയത ആണെന്നും പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചരണവും ചില മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനകളും പാർട്ടിക്ക് തിരിച്ചടി.
തൃത്താലയിൽ MP രാജേഷ് പരാജയപ്പെട്ടത് പാർട്ടിക്കുള്ളിലെ രൂക്ഷ പ്രശ്നങ്ങളെന്നും സെക്രട്ടേറിയറ്റിൽ. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റതോടെ കേരളത്തിന്റെ വിജയ് ഫാൻസ് സംഘടന വിജയ് മക്കൾ ഇയക്കം TVK ആയി മാറുന്നു. ഫാൻസ് അസോസിയേഷൻ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നതിന് മുന്നോടിയായി ഫാൻസ് അസോസിയേഷൻ പ്രാരംഭ ചർച്ച നടപടികൾക്ക് തുടക്കം. തമിഴ്നാട്ടിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അധികാരത്തിലേറാൻ കഴിഞ്ഞ TVKക്ക് കേരളത്തിലും നിർണായക ശക്തിയാകാൻ കഴിയുമെന്ന് വിജയ് മക്കൾ ഇയക്കം. ഷൊർണൂർ അഗ്നിരക്ഷാ ഓഫീസിലേക്ക് അജ്ഞാതന്റെ നിരന്തര ഫോൺ കോൾ. ഇതുമൂലം പൊതുജനങ്ങൾ അത്യാവശ്യത്തിനായി വിളിക്കുമ്പോൾ പോലും ഫോൺ തടസ്സപ്പെടുകയാണെന്നും സ്റ്റേഷൻ ഓഫീസർ. രാത്രികാലങ്ങളിൽ വിളിച്ച് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന സാമൂഹ്യ വിരുദ്ധൻ ജീവനക്കാരെ അസഭ്യം പറയുന്നതായും പരാതി. പോലീസിൽ പരാതി നൽകി ദിവസങ്ങളായിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും സ്റ്റേഷൻ ഓഫീസർ. കുറ്റകൃത്യങ്ങളും നിയമലംഘനങ്ങളും കണ്ടെത്തിയാൽ ഇനി പിടിവീഴും. ഷൊർണൂർ പോലീസിന്റെ CCTV ക്യാമറകൾ മിഴി തുറന്നു. കുളപ്പുള്ളിക്കു പുറമെ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലും SMB ജംഗ്ഷനിലും ഉടൻ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും പോലീസ്. ടർഫിൽ കളിക്കുന്നതിനിടെ 22 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. കോങ്ങാട് ചോലക്കുണ്ട് സ്വദേശി മംഗലത്ത് ഹക്കീമിന്റെ മകൻ അനസാണ് മരിച്ചത്. ബന്ധുവിന്റെ കല്യാണാഘോഷത്തിന് പങ്കെടുക്കാനെത്തിയ അനസ് കൂട്ടുകാർക്കൊപ്പം ടർഫിൽ കളിക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിലെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം മേലെ തലശ്ശേരി പുത്തൻ പീടികയിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ ആയിഷയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.